ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ആക്റ്റീവ് 125 വണ്ടി ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് കംപ്ലയിൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഫ്രണ്ട് സൈഡ് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ ശബ്ദ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാവിലെ സ്റ്റാർട്ട് ആവാനൊരു ബുദ്ധിമുട്ട്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, വാട്ടർ സർവീസ് ചെയ്യുക, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി, ഫ്രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് സൗണ്ട് വ്യത്യാസം വന്നത് ഹാൻഡിൽ കവറിൻ്റെ ഭാഗത്ത് ചെറിയൊരു സൗണ്ട് ഉണ്ട്, ഫ്രണ്ട് മൺകാട് കട്ടൽ ചാടുമ്പോൾ ചെറിയൊരു ഷിവറിങ് കാണിക്കുന്നുണ്ട്. അത്രയാണ് മെയിനായിട്ട് നമുക്ക് ഓടിക്കുമ്പോൾ തോന്നിയുള്ളൂ. നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. നമുക്കിത് കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം, കാരണം ചെറിയ ഒരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബാക്ക് വീലിൻ്റെ ഷാഫ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ ബെയറിങ്ങിൻ്റെ പ്ലേ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിലില്ല. പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയർ ഏറെക്കുറെ അതിൻ്റെ ലൈഫിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിനി മാറ്റിയിടുന്ന സമയത്തേ നമുക്ക് കമ്പനി മോഡൽ ടയർ ഇടുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറിൻ്റെ ഡിസൈൻ നോക്കാം, അതേ രീതിയിലുള്ള ടയർ മേടിച്ചിടണമാണ് കുറേ കൂടി നല്ലത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് ഇത്രയും ഗ്രിപ്പുള്ള ടയറൊക്കെ ഇടുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമത് വണ്ടി ഒരു പാളിച്ച് കാണിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം കമ്പനി ഇടുന്ന മോഡൽ ഇടണമാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറിൻ്റെ ഡിസൈൻ തന്നെ നോക്കി ബാക്കിലിടാനായിട്ട് നോക്കാം. അതിപ്പോൾ MRF സിയറ്റോ അപ്പോളോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്തോ, കുറേ കൂടി നല്ലത് അതാണ് കേട്ടോ. കാരണം ഗ്രിപ്പ് കൂടുന്തോറും വണ്ടി വെട്ടലും പാളിച്ചും കാണിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി ഫിൽറ്റർ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊന്ന് തുടച്ച് ക്ലീനാക്കി നമുക്കൊന്ന് റീസെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് ഭാഗം അഴിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ സൈഡിൽ വരുന്ന ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്, കൈയോടെ നമുക്ക് ആ ഓയിൽ സീലൊന്ന് മാറ്റിയിടണം. പിന്നെ അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി, ബെൽറ്റിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ പൊട്ടിയിരിക്കണം, ഈ സൈഡൊക്കെ പൊട്ട് വീണിരിക്കണതാണ്. ഈ സൈഡൊക്കെ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊട്ടലുണ്ട്. അപ്പോൾ ബെൽറ്റ് എന്തെങ്കിലും മാറ്റിയിടാതാണ് ഏറ്റവും സേഫ്. കമ്പനി ബെൽറ്റ് അല്ല ഇത് നമുക്ക് കിടക്കണേ, ബാൻഡോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണെങ്കിലും ഒറിജിനലല്ല, ഡ്യൂപ്ലിക്കേറ്റ് പാർട്സാണ് കിടക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്തു. നിലവിൽ നോർമലാണ്, സാധാരണ വലിയ പഴക്കമായിട്ടില്ല നമുക്ക് കിടക്കുന്നത്. ഇടയ്ക്ക് നമ്മളെപ്പോഴും മാറ്റിയാങ്ങനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് അത് തന്നെ മതി. ക്ലച്ച് യൂണിറ്റ് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. അതിന് പ്രത്യക്ഷത്തിൽ ക്ലച്ചിൽ വരുന്ന രണ്ട് പ്രോബ്ലം എന്ന് വെച്ചാൽ ഒന്ന് ബെൽറ്റിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്, പിന്നെ ഓയിൽ സീലിൻ്റെ പ്രോബ്ലം. ആ രണ്ട് ഐറ്റം നമുക്ക് മാറ്റേണ്ട, അത്യാവശ്യമായിട്ടും മാറ്റി വിടേണ്ട ഐറ്റംസാണ്. അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൂട്ടത്തിൽ തന്നെ ക്ലിയർ ചെയ്തിടാം. പിന്നെ രാവിലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞേക്കുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഒരു മേജറായിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ്. നമുക്കിപ്പോൾ ഓടിച്ച് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഒന്നും തോന്നണില്ല. പിന്നെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മളിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യലുണ്ട്. കാരണം ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വന്നില്ല. നമ്മളത് അഴിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 15 രൂപ നമുക്ക് ചിലവ് തന്നെ കേസാണ്. പ്രത്യക്ഷത്തിൽ ഓടിച്ച് നോക്കുമ്പോഴും വേറെ കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം അത് അഴിക്കുന്നില്ല കേട്ടോ. കാരണം ഇപ്പോഴത്തെ പുതിയ മോഡൽ പെട്രോൾ വന്നിട്ട് ഒട്ടുമിക്ക വണ്ടികളിലും കംപ്ലയിൻറ്റ്സ് ആണ്. അതായത് കാർബറേറ്റർ കംപ്ലയിൻറ്റ് വരാം, ഓവർഫ്ലോൻ്റെ പ്രശ്നം വരാം, മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ്, അങ്ങനെ ഓരോരോ കംപ്ലയിൻറ്റ്സുകളുണ്ട്. ആ ഒരു കംപ്ലയിൻറ്റും കൊണ്ടും രാവിലത്തെ സ്റ്റാർട്ടിങ് പ്രോബ്ലം കാണിക്കും. അതാണ് സെൽഫിൻ്റെ ആണോ എന്ന് നമ്മൾ എടുത്ത് ചോദിച്ചതിൻ്റെ കേസ് അതാണ്. സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടവനല്ല, ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് നമ്മളങ്ങനെ ചോദിച്ചതിൻ്റെ മെയിൻ റീസൺ കേട്ടോ. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ കാർബറേറ്ററിൻ്റെ ഭാഗം ഓടിച്ച് നോക്കുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ കാർബറേറ്റർ നമ്മൾ അഴിക്കുന്നില്ല. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് കാര്യങ്ങൾ നമ്മൾ അഴിക്കും, ബ്രേക്ക് കൂടി അഴിച്ച് ക്ലീൻ ചെയ്ത്. അപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ് അറിയണം, അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിക്കും. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഈ രണ്ട് കേബിളുകൾ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ മാറ്റണമെന്നില്ല. നമുക്ക് അടുത്ത സർവീസിലേക്ക് വരുമ്പോഴത്തേക്കും ടൈറ്റ് കൂടാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസ് നമുക്കത് മാറ്റി കളയാം. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ കേട്ടോ. പിന്നെ ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട്. ഈ മോഡൽ ടയറിൻ്റെ ഡിസൈൻ പാറ്റേൺ വേണം കേട്ടോ നമ്മൾ ബാക്കിലേക്ക് ഇനി മാറ്റിയിടുമ്പോൾ നമ്മളത് നോക്കാം. റേറ്റിലൊന്നും വലിയ വേരിയേഷൻ, ഒരു 50 രൂപ 100 രൂപ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതാണ് കമ്പനി പ്രിഫർ ചെയ്യുന്ന മോഡൽ, അത് തന്നെ യൂസ് ചെയ്യണമാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പല മോഡൽ സാധനങ്ങൾ അവരയിൽ ഏതാണ് സ്റ്റോക്ക് മാർജിനുള്ള അതാണ് അവർ പറയുള്ളൂ. ഒരു കാരണവശാലും നമ്മൾ ആവശ്യപ്പെടുന്നത് തരാൻ സാധ്യതയില്ല. കൃത്യമായിട്ട് ചോദിച്ച് അതനുസരിച്ചും നോക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞ് നമ്മളെങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് തരാം. പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ സൗണ്ട് വരാനായിട്ടുള്ള രണ്ട് റീസണാണ് നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ കാണുന്നത്. ഒന്ന് ഹാൻഡിൽ കവറിൻ്റെ ഈ ഭാഗത്തുനിന്ന് ചെറിയൊരു ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അത് ഫൈബർ കവർ ആയതുകൊണ്ട് തന്നെ ഒരു പരിധി കൂടെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്നാലും നമ്മളത് വർക്ക് ഒന്നുകൂടി കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതൊക്കെ ഒന്ന് അഴിച്ച് റീസെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ഓടിച്ച് നോക്കാം. മാക്സിമം നമുക്കത് കുറയ്ക്കാവുന്നത് കുറച്ച് തരാം. പിന്നെ ഉള്ളത് ഫ്രണ്ടിലത്തെ മൺകാർഡുമായി ബന്ധപ്പെട്ട ഈ സൗണ്ടാണ് മെയിനായിട്ട് വരാൻ സാധ്യത. അത് ഒന്നാമത് ഇതിൻ്റെ ബ്രാക്കറ്റ് ചെറിയൊരു ലൂസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഇതും ഒന്ന് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുക. അതാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള സൗണ്ടിൻ്റെ കേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെയുള്ള നല്ല ഗട്ടറുള്ള ഓട്ടം വരാണെന്നുണ്ടെങ്കിൽ ഈ ഐറ്റംസൊക്കെ വീണ്ടും ലൂസ് ആവാനുള്ള സാധ്യത നിലവിലുണ്ട്. എന്നാലും ഇപ്പോൾ ഉള്ള കേസ് നമുക്ക് സോൾവ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. പ്ലഗ് ക്ലീൻ ചെയ്യേണ്ട പുതിയ പ്ലഗ്ഗാണ്. നമ്മൾ എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ കൂട്ടത്തിൽ കൂടെ മാറ്റിയാണ് സ്പാർക്ക് പ്ലഗ്ഗും ഈ സെക്കൻഡറി ഫിൽറ്ററൊക്കെ. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. എഞ്ചിൻ ഓയിൽ ഓൾറെഡി നമുക്ക് മാറ്റാം. കാരണം എന്താ വെച്ചാൽ ഓയിൽ ചേഞ്ച് അത്യാവശ്യം നല്ല രീതിയിൽ കളർ ചേഞ്ചും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ലെവൽ കുറവ് കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ മാറ്റേണ്ട ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി വെക്കാം. പിന്നെ ബാറ്ററിയുടെ പ്രോബ്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുന്നത് മെയിൻ ബാറ്ററിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ് കാണുന്നത്. 2022 മോഡൽ ബാറ്ററിയാണ്. അപ്പോൾ നമ്മളതിനകത്തേക്ക് നോക്കുമ്പോൾ അതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ കാണിക്കുന്ന 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ആംബിയർ മാച്ചായി കിട്ടണം. അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് സെൽഫ് വർക്കിംഗ് ആവുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ 13 വോൾട്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ ബാറ്ററി ടെസ്റ്റിലേക്ക് വിടണം. അതായത് ഇപ്പോൾ സെൽഫ് മോട്ടർ എടുക്കുമ്പോൾ നമുക്ക് എത്രത്തോളം പവറാണ് പെട്ടെന്ന് ബാറ്ററിയിൽ നിന്ന് എടുക്കണേ, ആ ഒരു പവർ നമ്മളിവിടെ ജനറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് 8.5 വോൾട്ടും അതിൻ്റെ താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ 9:30 ആണെങ്കിൽ നമുക്കൊന്ന് ചാർജ് ചെയ്തിടേണ്ടി വരും. അതൊക്കെയാണ് മെയിനായിട്ടുള്ളത് കേസ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലോഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഏകദേശം നമുക്ക് 8:30 ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലയിൻസിൻ്റെ ഒരു ആരംഭമാണ്. കംപ്ലയിൻസിൻ്റെ ആരംഭമായിട്ടാണ് കാണിച്ചു തുടങ്ങിയത് കേട്ടോ. എന്നിരുന്നത് ഇപ്പോൾ മാറ്റണമെന്നില്ല. അതൊരു മേജറായിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നണില്ല. രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പരമാവധി ചോക്ക് വലിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ചും കൂടി ബാറ്ററി ലോഡ് കുറച്ചെടുക്കുകയുള്ളൂ. പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടായി കിട്ടും. അപ്പോൾ ലോഡ് അത്രയും കുറച്ചെടുക്കുകയുള്ളൂ. അപ്പോൾ നിലവിൽ അങ്ങനെ ഓടട്ടെ. വലിയ പ്രശ്നമാണെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി അതല്ല റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ബാറ്ററി മാറ്റി പുതിയ ബാറ്ററി വയ്ക്കുക. അപ്പോൾ 2022 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 2 വർഷം എന്തെങ്കിലും കഴിഞ്ഞിട്ട് 3ാമത്തെ വർഷമാണത്. അപ്പോൾ ബാറ്ററി മാറ്റണമെങ്കിൽ മാറ്റി വയ്ക്കാം, ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററി ഉൾപ്പെടുത്താതെയുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. ബാറ്ററിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നില്ല. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞു ബാറ്ററി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിൽ കൂടെ ചെയ്തോളാം. ബാറ്ററിയുടെ പൈസ മാത്രമാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വരുള്ളൂ. ബാക്കിയത്തെ ഞാനൊരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ സഹിതം വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.